ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഹൈള്, നിഫാസ്, ഇസ്തിഹാള ഈ മൂന്ന് രക്തങ്ങളുടെ വിഷയത്തിലുള്ള വിധികളെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഹൈള് എന്ന് പറഞ്ഞാൽ ആർത്തവമാണ്. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവ രക്തമാണ്. ഇസ്തിഹാള എന്ന് പറഞ്ഞാൽ രക്തസ്രാവം, ബ്ലീഡിംഗ് ആണ്. ഈ മൂന്നിനും 3 തരം വിധികളാണ് ഇസ്ലാമിലുള്ളത്. ഇത് സ്ത്രീകളെ ബാധിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് ബാധിക്കുന്ന സ്ത്രീകൾ ഇസ്ലാമിൻ്റെ വിധികൾ അറിഞ്ഞ് അതനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്ന ഓരോ ആളുകളും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പെട്ടതാണ് ഇത് എന്ന് മനസ്സിലാക്കണം. കാരണം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന, സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണല്ലോ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ വിധി എന്നറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് കൃത്യമായി പരിഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കൂ. അതനുസരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ വിധികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യമായി പറയുന്നത് നിഫാസ് അഥവാ പ്രസവരക്തത്തെ സംബന്ധിച്ചാണ്. പ്രസവരക്തം, നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭിണിയിൽ നിന്നും പ്രസവത്തെ തുടർന്നോ പ്രസവത്തിൻ്റെ മുമ്പായോ പുറപ്പെടുന്ന രക്തത്തെയാണ് നിഫാസ് അഥവാ പ്രസവ രക്തം എന്ന് പറയുന്നത്. അത് പുറപ്പെടുന്ന സമയം പ്രസവത്തോടൊപ്പം അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ 1, 2, 3 ദിവസം മുമ്പ് അത് പുറപ്പെടും. അതിൻ്റെ കാലയളവ് എത്രയാണ്? കൂടിയാൽ 40 ദിവസമാണ്. ഏറ്റവും ചുരുങ്ങിയത് അതിന് കൃത്യമായ കണക്കില്ല. അപ്പോൾ കൂടിയാൽ 40 ദിവസം. അപ്പോൾ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ 40 ദിവസത്തിൻ്റെ ഉള്ളിലായി എപ്പോഴും അവളുടെ രക്തം നിലക്കാം, ശുദ്ധിയാകാം. നീണ്ടുപോയാൽ 40 വരെ. എല്ലാ സ്ത്രീകൾക്കും 40 ദിവസമല്ല, എല്ലാവരും അങ്ങനെ ധരിക്കേണ്ടതില്ല. ചിലർക്ക് വളരെ പെട്ടെന്ന് രക്തം നിലക്കുകയും ശുദ്ധിയാവുകയും ചെയ്യും. അവർ പിന്നെ 40 ദിവസം വരെ കാത്തിരിക്കേണ്ടതില്ല. നമസ്കാരവും മറ്റ് കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ 40 കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ടതില്ല. എപ്പോഴാണോ രക്തം ശുദ്ധിയാകുന്നത് ആ ശുദ്ധിയായ ഉടനെ അവർ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ നിഫാസ്, പ്രസവരക്തം ബാധിച്ച ആളുകൾക്ക് നിർബന്ധമാകുന്ന സംഗതി അത് അവസാനിച്ച ശേഷം കുളിക്കുക. എപ്പോഴാണോ, ഞാൻ പറഞ്ഞു 40 ദിവസമാണ് ഏറ്റവും കൂടിയാൽ, എപ്പോഴാണോ പ്രസവരക്തം നിലക്കുന്നത് അത് നിലച്ചു കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ആ കാലയളവിൽ നോമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടുക, നോറ്റ് വീട്ടുക എന്നതും അവരുടെ മേൽ നിർബന്ധമായ കാര്യമാകുന്നു. പ്രസവരക്തമുള്ള സ്ത്രീകളുടെ മേൽ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം, നോമ്പ്, കഅബ തവാഫ് ചെയ്യുക, മറ കൂടാതെ മുസാഫ് സ്പർശിക്കുക, പള്ളിയിൽ താമസിക്കുക, ലൈംഗിക ബന്ധത്തിലേർപ്പെടുക. ഈ പറഞ്ഞതെല്ലാം ഈ കാലയളവിൽ അവർക്ക് നിഷിദ്ധമാണ്. അവരുടെ വിധികൾ എന്താണ്? ദിവസവും ചെയ്യേണ്ട ജോലികളിൽ അവർക്ക് ഏർപ്പെടാം, അതിന് യാതൊരു തടസ്സവുമില്ല. ഭർത്താവിനോടൊപ്പം സംയോഗമല്ലാതെയുള്ള, ലൈംഗികമല്ലാതെയുള്ള മറ്റെല്ലാ ബന്ധങ്ങളും അനുവദനീയമാണ്. അതായത് തൻ്റെ ഭർത്താവിനെ കാണാൻ പാടില്ലെന്നോ, തൊടാൻ പാടില്ലെന്നോ, ഒന്നിച്ചിരിക്കാൻ പാടില്ലെന്നോ, ഒപ്പം കിടക്കാൻ പാടില്ലെന്നോ ഒന്നും നിയമമല്ല. അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ലൈംഗികമായ ബന്ധം മാത്രമാണ് നിഷിദ്ധമാക്കപ്പെട്ടത് എന്നതുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞതാണ് ഇസ്ലാമികമായി പ്രസവരക്തം ബാധിച്ച സ്ത്രീകളുടെ വിഷയത്തിലുള്ള വിധികളും വിലക്കുകളും. ഇസ്തിഹാലത്ത് അഥവാ രക്തസ്രാവം ഉണ്ടായാൽ
അങ്ങനെയുള്ള സ്ത്രീകളുടെ വിഷയത്തിൽ എന്താണ് ഇസ്ലാം പറയുന്നത്? എന്താണ് ഇസ്തിഹാദത്തിൻ്റെ നിർവചനം? നിറം, മണം, മൃദുലത എന്നിവകളാൽ ആർത്തവ രക്തത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളിൽ നിന്ന് സാധാരണ നിലയിൽ പുറപ്പെടുന്ന ചുവന്ന രക്തമാണ് രക്തസ്രാവം. അത് ആർത്തവ രക്തമല്ല, അത് രക്തസ്രാവം മറ്റ് തരത്തിലുള്ളതാണ്. ആർത്തവ രക്തത്തിന് പ്രത്യേകമായി തിരിച്ചറിയാനുള്ള മറ്റു വഴികളുണ്ട്. ഇങ്ങനെ ഈ ഇസ്തിഹാദത്ത് അഥവാ ആർത്തവ ഇസ്തിഹാദത്ത് രക്തസ്രാവം ഉണ്ടായാൽ അതെപ്പോഴാണ് പുറപ്പെടുന്ന സമയം എപ്പോഴാണ്? നിർണിതമായ സമയമില്ല. അത് സ്ത്രീകളെ ബാധിക്കുന്ന ഒരു തരം രോഗമാകുന്നു. ഇസ്തിഹാദത്ത് അഥവാ രക്തസ്രാവം അതൊരു തരം രോഗമാണ്. അതെപ്പോഴാണ് പുറപ്പെടുക, എപ്പോഴാണ് അവസാനിക്കുക, അതിന് പ്രത്യേക കാലയളവൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ കൃത്യമായ കാലയളവ് അതിനില്ല. ഇപ്പോൾ ആർത്തവ ചക്രമുണ്ടല്ലോ, സ്ത്രീകളെ സംബന്ധിച്ച് ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് രക്തം പുറപ്പെടും, പ്രസവത്തോടൊപ്പം രക്തമുണ്ട്, അത് പ്രസവ രക്തം. ആർത്തവകാരികളാണെങ്കിൽ മാസത്തിലൊരിക്കൽ, അതാണല്ലോ മാസമുറ, അങ്ങനെ വരും. ഇത് അങ്ങനെയല്ല, ഏത് സമയത്തും പുറപ്പെടാം, ഏത് സമയത്തും അവസാനിക്കാം. അതാണ് ബ്ലീഡിങ്ങിൻ്റെ, നമ്മൾ ബ്ലീഡിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, രക്തസ്രാവത്തിൻ്റെ കണക്ക്. അതിന് നിർബന്ധമാകുന്ന സംഗതി എന്താണ്? ഓരോ നമസ്കാരത്തിനും അതാതിൻ്റെ സമയത്ത് അവർ ഒതുവെടുക്കണം, നമസ്കരിക്കണം. അത്തരം ആളുകൾ, ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല, നോമ്പും ഒഴിവാക്കാൻ പാടില്ല. ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾ ഓരോ നമസ്കാരത്തിൻ്റെയും സമയത്ത് പ്രത്യേകം അതാതിന് വേണ്ടി അതിൻ്റെ സമയത്ത് ഒതുവെടുക്കുക. ഒരു ഒതു കൊണ്ട് നമുക്ക് ഇപ്പോൾ ലുഹറിന് ഒതുവെടുത്ത ആൾ അസറിന് ഒതു മുറിഞ്ഞിട്ടില്ലെങ്കിൽ അസറിനൊക്കെ നിസ്കരിക്കാമല്ലോ. ഇതവർക്കിത് ബാധകമല്ല. മറിച്ച് അവരെന്ത് ചെയ്യണം? ഓരോ വക്തിനും ഓരോ സമയത്തിനും ഒതുവെടുക്കണം. അതാണ് അവർക്ക് നിർബന്ധമായ സംഗതി. നമസ്കാരവും നോമ്പും എല്ലാം അവർക്കുണ്ട്. നിഷിദ്ധമാക്കപ്പെട്ട സംഗതികൾ മതത്തിൽ അവർക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസവരക്തമുള്ള സ്ത്രീകളും അതുപോലെ ആർത്തവകാരികൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. അതൊന്നും ഈ ഇസ്തിഹാലത്ത് രക്തസ്രാവമുള്ള സ്ത്രീകൾക്ക് ബാധകമല്ല. അവർ നമസ്കരിക്കണം, അവർ നോമ്പെടുക്കണം, അവർക്ക് തവാഫ് ചെയ്യാം, അതുപോലെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാം, പള്ളിയിൽ പ്രവേശിക്കാം, മുസഹഫ് സ്പർശിക്കാം, ഇതെല്ലാം ചെയ്യാം. ലൈംഗികമായ ബന്ധവും എല്ലാം അനുവദിക്കപ്പെട്ടതാണ്. അവർക്ക് പ്രത്യേകമായ വിലക്കുകൾ ആ വിഷയത്തിൽ മതത്തിൽ നിന്നില്ല എന്ന് മനസ്സിലാക്കുക. എന്താണ് അതിൻ്റെ വിധി? പള്ളിയിൽ അവർക്ക് നമസ്കാരത്തിനും അതുപോലെ കഅബ തവാഫ് ചെയ്യുന്നതിനും ഉദ്ദേശിച്ചാൽ രക്തം പുറപ്പെടാതിരിക്കാനുള്ള പാഡ് പോലെയുള്ളവ അവർ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇപ്പം നമസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കുന്ന ആളുകൾ അവർ രക്തം പുറപ്പെടുന്ന സമയത്ത് അത് കൃത്യമായി കഴുകി ശുദ്ധിയാക്കി പാഡ് ഉപയോഗിക്കുക, എന്നിട്ട് ഒളുവെടുത്ത് നമസ്കരിക്കുക. അടുത്ത നമസ്കാരത്തിനും അങ്ങനെ സ്വീകരിക്കുക. തവാഫിനാണെങ്കിലും രക്തം ഒലിച്ചു പോകാതിരിക്കാനുള്ള പാഡ്, സുരക്ഷിതമായ പാഡ് ഉപയോഗിക്കുക. അതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമസ്കരിക്കാം, അതുപോലെ കഅബ തവാഫ് ചെയ്യാം, ഇഅ്തികാഫ് ഇരിക്കാം പള്ളിയിൽ, അതിനൊക്കെ അവർക്ക് അനുവദനീയമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ സ്ത്രീകളെ ബാധിക്കുന്ന രക്തമാണ് ഹൈള് അഥവാ ആർത്തവം. ആർത്തവത്തെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രകൃതിപരമായ സൃഷ്ടിപ്പിലുള്ളതും പ്രായപൂർത്തിയായി എന്നതിൻ്റെ അടയാളമായും സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന കറുത്തതും കട്ടിയുള്ളതുമായ രക്തത്തെയാണ് ആർത്തവ രക്തം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പ്രായപൂർത്തി ആയി എന്നതിൻ്റെ അടയാളമായി പുറപ്പെടുന്നു ആർത്തവ രക്തം. അത് ഗർഭാശയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് കറുത്തതായിരിക്കും, കട്ടിയുള്ളതായിരിക്കും. അതാണ് ആർത്തവ രക്തത്തെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം. നമുക്കതറിയാം, മാസത്തിലൊരിക്കലാണ് അത് പുറപ്പെടുക എന്നും നമുക്കറിയാമല്ലോ. പുറപ്പെടുന്ന സമയം 9 വയസ്സ് മുതൽ, അത് ഓരോ പെൺകുട്ടികളുടെയും ഹോർമോൺ അനുസരിച്ച് വ്യത്യാസമുണ്ടാകും. 9 വയസ്സ് മുതൽ അത് നിലക്കുന്ന സമയം വരെ, സാധാരണ 50 വയസ്സായാൽ ആർത്തവ രക്തം നിലക്കും. അപ്പോൾ 9 വയസ്സിൽ അത് പുറപ്പെടാൻ തുടങ്ങും, 50 വയസ്സ് വരെ നീണ്ടു നിൽക്കും. ചിലവർക്കത് ഏറ്റക്കുറച്ചിലുണ്ടാകാം, അവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കാം. ഇതാണ് അതിൻ്റെ പുറപ്പെടുന്ന സമയം. ഇതാണ് മാസത്തിലൊരിക്കലാണല്ലോ പുറപ്പെടുക. കാലയളവ് ഏറ്റവും ചുരുങ്ങിയത് 1 രാവും 1 പകലും ഉണ്ടാകും, പിന്നെ അത് അങ്ങ് നിലക്കും. അല്ലെങ്കിൽ സാധാരണ എല്ലാ മാസത്തിലും 6-7 ദിവസത്തിൽ അത് നീണ്ടു നിൽക്കും.
അധികരിച്ചാൽ 15 ദിവസം വരെ ഉണ്ടാവും. 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലീഡിംഗ് ആയി കണക്കാക്കണം, അതുവരെ ഉണ്ടാവുകയുള്ളൂ കൂടിയാൽ. അപ്പോൾ ഒരു ദിവസമാണ് ഏറ്റവും ചുരുങ്ങിയത്, ഒരു രാവും ഒരു പകലും. സാധാരണ 6 or 7 ദിവസം ആ രക്തം കണ്ടേക്കാം, കൂടി വന്നാൽ 15 ദിവസം വന്നേക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അതല്ല എന്ന് മനസ്സിലാക്കണം. ഇതാണ് അതിൻ്റെ കാലയളവ്. നിർബന്ധമാകുന്ന സംഗതി എന്താണ്? അത് അവസാനിച്ചതിന് ശേഷം അവർ കുളിക്കണം. ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായാൽ അവർ കുളിച്ച് ശുദ്ധിയാകേണ്ടതുണ്ട്. ആ കാലയളവിൽ നഷ്ടപ്പെട്ട നോമ്പ് അവർ നോറ്റ് വീട്ടേണ്ടതുണ്ട്. നമസ്കാരം നോറ്റ് എന്ന് പിടിച്ച് നമസ്കാരം പ്രത്യേകിച്ച് നിർവഹിക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ, അത് പിന്നെ ഖളാ വീട്ടേണ്ടതുമില്ല. ശരി, ഇവർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ, നമ്മൾ പ്രസവരക്തമുള്ള സ്ത്രീകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണിത്. നമസ്കാരം നിഷിദ്ധമാണ്, നോമ്പ് നിഷിദ്ധമാണ്, കഅബ തവാഫ് ചെയ്യൽ നിഷിദ്ധമാണ്, മറ കൂടാതെ ഖുർആൻ സ്പർശിക്കൽ നിഷിദ്ധമാണ്, പള്ളികളിൽ താമസിക്കൽ നിഷിദ്ധമാണ്, ആർത്തവ സമയത്ത് ലൈംഗികമായ ബന്ധവും നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. എന്ന് വിചാരിച്ച് ഈ വിഷയത്തിൽ ഒന്നുകൂടി പറയാം. ആർത്തവം ബാധിച്ച സ്ത്രീകൾ വീട്ടിൽ കയറാൻ പാടില്ല, തൊടാൻ പാടില്ല, ഭക്ഷണ സാധനം ഉണ്ടാക്കാൻ പാടില്ല, എന്തെങ്കിലും പറിക്കാൻ പാടില്ല, ഭർത്താവിൻ്റെ ഒപ്പം ഇരിക്കാൻ പാടില്ല, കൂടെ കിടക്കാൻ പാടില്ല, ഭർത്താവുമായുള്ള സല്ലാപങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, അങ്ങനെ ഒരു വിലക്കുകളും ഇസ്ലാമിലില്ല. ലൈംഗികമായ ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ നടത്തിക്കൂടാ, ഇത് മാത്രമാണ് ആ വിഷയത്തിലുള്ള വിലക്കുള്ളത്. മറ്റുള്ളതെല്ലാം അനുവദിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ തലാഖിൻ്റെ ഇദ്ദകാലം പരിഗണിക്കുന്നത് ഇതിലൂടെയാണ്. ഇപ്പോൾ ഒരാൾ ഭാര്യയെ തലാഖ് ചെല്ലിയാൽ 3 ശുദ്ധികാലം, 3 ആർത്തവകാലം കഴിഞ്ഞ് ശുദ്ധികാലമാണല്ലോ പരിഗണിക്കുക. അപ്പോൾ അത് പരിഗണിക്കുന്നത് ഈ കാലഘട്ടം മുതലാണ്. ദിവസവും ചെയ്യേണ്ട ജോലികളിൽ അവർക്ക് ഏർപ്പെടാം, അതിന് യാതൊരു വിലക്കുകളുമില്ല. ഭർത്താവിനോടൊപ്പം ലൈംഗിക ബന്ധമല്ലാതെയുള്ള എല്ലാ ബന്ധങ്ങളും ആകാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ആകാം. ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ ആർത്തവകാരികളെ ബാധിക്കുന്ന നിയമങ്ങൾ. അപ്പോൾ ഇത് മൂന്നായി നമ്മൾ മനസ്സിലാക്കണം. 1 നിഫാസ്, പ്രസവരക്തമുള്ള സ്ത്രീകളുടെ വിഷയം. 2 ഇസ്തിഹാല, രക്തസ്രാവം ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകളുടെ വിഷയം. 3 ഹൈല്, ആർത്തവരക്തമുള്ള സ്ത്രീകളുടെ വിഷയം. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അവിടെ വിധിവിലക്കുകൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാൻ. ഇത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.